everyone, welcome back to Arcanix. അപ്പോൾ ഇന്ന് നമുക്ക് NCERT-യിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് പലതവണയായിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മുടെ മെയിൻ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ NCERT ഇൻടെക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, മെൻഷൻ 2 strategies evolved to prevent self pollination in flowers. ഓക്കെ, അപ്പോൾ ഈ ഒരു 4-5 ഒക്കെ നമ്മളോട് സാധാരണ 4 ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ എന്താണ് 2 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു 2 സ്ട്രാറ്റജീസ് ഏതാണെന്നുള്ളത് നിങ്ങൾ വേഗം പഠിച്ചു വെക്കുക. യെസ്, ഹിയർ ഇസ് ദ സ്ട്രാറ്റജീസ്. വൺ ഈസ് ഡൈക്കോഗമി. എന്താണ് ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ? It refers to the production of male and female reproductive organs at different times in order to prevent self-pollination. Okay. സെൽഫ് പോളിനേഷൻ ആണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് രണ്ട് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡൈക്കോഗമി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി? വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് എ ജനറ്റിക്കലി കൺട്രോൾഡ് മെക്കാനിസം ഇൻ വിച്ച് പോളൻ ഗ്രെയിൻസ് ഓഫ് എ ഫ്ലവർ ആർ അൺഏബിൾ ടു ഗ്രോ കംപ്ലീറ്റ്ലി ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. അതായത് പോളൻ ഗ്രെയിൻസ് ആ ഒരു സെയിം ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ ഗ്രോ ചെയ്യില്ല. അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് സെയിം ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയറിൽ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ബൈ, താങ്ക് യു.